ഹലോ ഫ്രണ്ട്സ്, ഗ്ലാം ഫാമിലി അറ്റ് ധന്യ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ എന്ന് ഞാൻ പറയാൻ കാരണം നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടും കൊണ്ടാണ് ഇത് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇത്രയും എത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ വീടും അതുപോലെ ഞങ്ങളുടെ നാടുമാണ്. അപ്പം ഈ നാട്ടിൽ വന്നിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഈ സമയത്ത് ഇത്രയും ദിവസമായിട്ടും ഞാനിതൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കാണിച്ചിട്ടില്ലെങ്കിൽ അത് മുഴുവനാവില്ലല്ലോ. നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നമ്മുടെ വീടും നാടും എല്ലാം കണ്ടിട്ട് വരാം. കം ഓൺ ഗൈസ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്. എനിക്ക് 2 ഏട്ടന്മാരാണുള്ളത്, അച്ഛനെയും അമ്മേനെയും കൂടാതെ. പിന്നെ ഏട്ടന്മാരൊക്കെ മാരീഡാണ്. അവർക്ക് 2 ആൾക്കും ഓരോ പെൺകുട്ടികളാണുള്ളത്. വലിയ ഏട്ടൻ്റെ മോളാണ് ആത്മിക, ഞങ്ങൾ പാറു എന്ന് വിളിക്കും. അതുപോലെ ചെറിയ ഏട്ടൻ്റെ മോളാണ് ദേവഗായത്രി, ഞങ്ങൾ ദേവുട്ടിന്നും വിളിക്കും. അപ്പോൾ അവരെല്ലാവരെയും ഏട്ടന്മാരെയൊക്കെ നമുക്ക് വഴിയെ പരിചയപ്പെടാം. ഇതെൻ്റെ അമ്മയാണ്. ആമിയും അമ്മമ്മയും കൂടെ ഇവിടെ കഥ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ അച്ഛന് കൃഷിപ്പണിയാണ്. അപ്പം ഇതിപ്പോൾ ബാക്കി വേറെ ആരും വീട്ടിലില്ല. നമുക്ക് വഴിയെ അവരെല്ലാം പരിചയപ്പെടാം. രാവിലെ ഉറക്കമൊക്കെ എണീറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ അമ്പലത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതാ മക്കളും ഉണ്ട് എൻ്റെ കൂടെ. പാറു ഇതാ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ അമ്പലത്തിൽ നമുക്ക് പോയിട്ട് വരാമെന്ന്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ തൊഴുതു. എൻ്റെ ഫേവറേറ്റ് അമ്പലമാണ് ഈ അമ്പലം എന്ന് പറയുന്നത്. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളിതാ നടക്കാനിറങ്ങിയതാണ് പാടത്തേക്കൊക്കെ. അപ്പോൾ പോകുന്ന വഴിക്ക് ഇവിടെ അടുത്ത് തന്നെയുള്ള ചേച്ചീൻ്റെ വീട്ടിലെ ഞങ്ങളുടെ അയൽവാസി ആയിട്ടുള്ള ചേച്ചീൻ്റെ വീട്ടിൽ കുറച്ച് ആട്ടിൻകുട്ടികളെ കണ്ടു. ആട്ടിൻകുട്ടികൾ നല്ല ഭംഗിയുള്ള 4 സുന്ദര കുട്ടപ്പന്മാരാണോ കുട്ടപ്പികളാണോ എന്നൊന്നും അറിയില്ല.
നാട്ടിലെത്തിയിരിക്കുകയാണ്. ഞാൻ എൻ്റെ നാട്ടിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇത് കടക്കാട്ടുപാറ എന്ന് പറയും. കടക്കാട്ടുപാറ എന്ന പേര് പോലെ തന്നെ ഒരു പാറകളുള്ള സ്ഥലങ്ങളാണ് ഇവിടെ. അപ്പോൾ ഷട്ടേട്ടനെ എപ്പോഴും എന്നെ കുറിച്ച് പറയുമ്പോൾ എന്നോട് പറയും, നിങ്ങളെ നാട് തീരെ പുരോഗമിച്ചിട്ടില്ലല്ലോ, പണ്ടത്തെ അതേപോലെ തന്നെയാണല്ലോ എന്ന് പറയും. പക്ഷെ ഞാൻ പറയട്ടെ, ഇത്രയും നല്ല നാട്, ഇത് വേറെ വികസനമൊന്നും ഇവിടെ ആവശ്യമില്ല. വികസനം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭംഗിയും എല്ലാം നഷ്ടപ്പെടും. പുരോഗമനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ആളുകളുടെ മനസ്സുകൾക്കാണ് വേണ്ടത് ആ പുരോഗമന ചിന്താഗതി. സ്ഥലം എനിക്ക് എപ്പോഴും ഇത് പഴയ പോലെ തന്നെ നിൽക്കാനാണ് ഇഷ്ടം. ഇത്രയും പ്രകൃതി രമണീയമായിട്ടുള്ള ഈ സ്ഥലം. ഇവരിതാ മുത്തച്ഛനെയും തെരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അച്ഛൻ എവിടെയാണ് പണി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയില്ല. അപ്പം അങ്ങനെ കുറേ നേരമായിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട് തോട്ടിലേക്ക് ഇറങ്ങാമെന്ന്. അപ്പം നെല്ല് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുഴിച്ചിട്ടുണ്ടേ ഉള്ളൂ. കുറച്ച് ഭാഗത്ത് കുഴിച്ചിടുന്നുണ്ട്, അതുപോലെ കുറച്ച് ഭാഗത്ത് കൊയ്യാനായിട്ടുമുണ്ട്. കാക്ക കുളിക്കുകയാണല്ലോ, കാക്ക കുളിക്കുകയാണല്ലോ വെള്ളത്തിൽ. വെള്ളം കുടിക്കുന്നുണ്ട്, കുളിക്കുന്നുണ്ട്. ഇതാണ് ദേവുട്ടി അല്ലേ? ഇതാണ് റയാൻഷ്, ഇതാണ് പാറുക്കുട്ടി അല്ലേ? ദേവുട്ടിയും പാറുവും എൻ്റെ ഏട്ടൻ്റെ മക്കളാണ്. എൻ്റെ ഏട്ടൻ്റെ വൈഫാണ്, ചെറിയ ഏട്ടൻ്റെ വൈഫാണ്. ആമി വെള്ളം കണ്ട അക്രാന്തമാണ്. മെല്ലെ ഇറങ്ങണേ. അങ്ങനെ ഞങ്ങൾ ഇത്ര നേരം തെരഞ്ഞുകൊണ്ട് നടക്കുന്ന ആളിതാ ഞങ്ങളെ തെരഞ്ഞ് ഇങ്ങോട്ട് വരുന്നുണ്ട്. മുത്തച്ഛൻ എവിടെയെന്നായിരുന്നു ഇത്ര നേരം അവരെല്ലാവരും ചോദിച്ചത്. അച്ഛൻ്റെ എവിടെയാ അച്ഛാ കൃഷി? എവിടെയാ കൃഷി? അതാ ഞാൻ അവിടെ കോട്ടയിലേക്കോ കോല് വെട്ടോ? കമ്പ് കാണല്ലോ, ഇതിന് കുത്തി കൊടുക്കാം. പയറിന് കോട്ടിൽ കൊടുക്ക. പറൂന്റെ മുടി നന്നോ? അങ്ങോട്ട് വാ കേട്ടിട്ട്. ഇവിടെ ഇവര് കളിക്കുന്നുണ്ട്, വെള്ളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ വേഗം ഓടി വന്നതാണ്. അപ്പം എൻ്റെ അച്ഛനൊരു കൃഷിക്കാരനാണ്. അത് പറയുന്നതിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാനതെപ്പോഴും എല്ലാവരോടും പറയാറുണ്ട്. അച്ഛൻ ഇവിടെ ഒരുപാട് കൃഷിയുണ്ട്. എന്തൊക്കെ കൃഷി അച്ഛാ? പയറുണ്ട്, കക്കരിയുണ്ട്, വെണ്ടുണ്ട്, പച്ചമുളക്, വഴുതന, തക്കാളി, വാഴയാണ് മെയിനായിട്ട് അച്ഛൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഫുൾ ടൈം രാവിലെ 5 മണിക്ക് വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം 6 മണി വരെ പാടത്ത് തന്നെയാണ് അച്ഛൻ അധികം ഉണ്ടാവാറുള്ളത്. അപ്പം ഈ ചായൻ്റെ സമയം, ചോറിൻ്റെ സമയം, ആ സമയത്ത് മാത്രമേ ഞങ്ങൾക്ക് കാണാൻ കിട്ടാറുള്ളൂ. ബാക്കി ഫുൾ ടൈം പാടത്ത് തന്നെയാണ് ഉണ്ടാവുക. പാടത്ത് കളിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴേ വേഗം ഓടി വന്നതാ പറയാൻ വേണ്ടിയിട്ട്. നമ്മളെ വാഴയാണിത്. ഇപ്പം ഇത് ഏതവസ്ഥയിലാ അച്ഛാ? ഇത് ഇനിയിപ്പോ തോല് വെക്കണം, പണി ചെയ്യണം. ഇത് ജൂൺ മാസത്തിൽ കുഴിച്ചിട്ടാണ്. ജൂണിൽ കുഴിച്ചിട്ട് ഇത് എപ്പോഴേക്കാവുക? ഇത് ഇനി എന്താണ് വെച്ചാൽ ഏപ്രിലിൻ്റെ മുന്നേ ആവും. അപ്പോൾ വിഷുവിൻ്റെ സമയത്തേക്കാ? ഇവിടെ കുറച്ച് വാഴകളുണ്ട്. ഇവിടെ കച്ചിതയാണ്. ഇവിടെ ഒരുപാട് വാഴകളുള്ള ചിന്തയാണ്. നമുക്ക് വേറെ കാണാം. രാവിലെ പുലർച്ചെ 5 മണി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഇരുടാവുന്ന സമയമായിരിക്കും. ആ ഇരുടാവുന്ന സമയത്തും അച്ഛൻ ഇതേപോലെ വന്നിട്ട് പണിയെടുക്കും. പിന്നെ 12 മണി 1 മണി എന്നൊക്കെ പറയുമ്പോൾ ഒക്കെ നല്ല ചൂടുള്ള സമയമല്ലേ, ആ സമയത്തും ഉണ്ടാവും ഇതുപോലെ വന്നിട്ട്.
എന്തോ കുഴിച്ചിട്ടുണ്ടല്ലോ. ഇതെന്താ? ഇത് കക്കിരി. ഇതാണ് കക്കിരി. 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 ഇതിന് അത് ഇടണം. എന്ത്? ഇത് വെച്ച് നാട്ടിൽ കയറൊക്കെ കെട്ടണം. ടൈമിൽ ഇതാവും. എന്നിട്ട് കായ വരും. ഇത് വളമിടാനായിട്ടുണ്ട്. പിന്നെ ഇത് പയറാണ്. ഇത് പയർ. ഇത് ഇപ്പോൾ ഹോട്ടൽ കൊടുത്തുകൊണ്ടിരിക്കുക, പണി എടുത്തുകൊണ്ടിരിക്കുക. ഇത് പിന്നെ വളമിട്ടിട്ടില്ല, വളരണം. ഇനി പിണ്ണാക്ക് ജൈവവളം ചെയ്യല്ലോ. ഇങ്ങനെ പയർ. ഇവിടെ വെള്ളരി ഉണ്ടോ പ്രാവശ്യം? വെള്ളരി സമയമില്ല. പിന്നെ ഇവിടെ കുറച്ച് ചിരങ്ങ. ഒരു മിനിറ്റ്. നമുക്ക് ചിരങ്ങ കണ്ടിട്ട് വരാം. ചിരങ്ങുണ്ട്, വഴുതനുണ്ട്. പിന്നെ പന്തൽമേലേക്ക് ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് പന്തലാക്കിയിട്ട് അതിലേക്ക് കണ്ടുപിടിക്കും. ചിരങ്ങയാണത്. ഇത് ചിരങ്ങ. പിന്നെ ഈ ലൈൻ മുഴുവൻ ചിരങ്ങ. ആ ലൈന് മുഴുവൻ ചിരങ്ങ. അതിൽ കുറച്ച് ചീരയുണ്ട്. ചീര ഇടയിൽ അല്ലേ? പിന്നെ ഇനി കാണാൻ പോണത് വഴുതന, പച്ചമുളക്. ഇവിടെ ആദ്യം ഉണ്ടാക്കിയ ചിരങ്ങേന്റെയാണ് കഴിഞ്ഞത്. അതൊക്കെ കഴിഞ്ഞു, പറിച്ചു. ഈ പന്തലിലേക്ക് കയറ്റാനുള്ള കുഴിച്ചിട്ടിട്ടുണ്ട്. വെണ്ടക്ക ഉണ്ടല്ലോ. വെണ്ടക്ക പറിച്ചു കഴിഞ്ഞതല്ലേ? വെണ്ടക്കൊക്കെ പറിച്ചു കഴിഞ്ഞു. ഇത് പിന്നെ മൂത്തത് എക്സ്ട്രാ ഉള്ളത് മൂത്ത് വരും. ഇതാണ് പച്ചമുളകും അതിൽ പയറും. ഒരു സൈഡിൽ പയറും, പച്ചമുളക് പൂവിട്ട് തുടങ്ങി. പച്ചമുളകും പയറും കൂടി അല്ലേ? പച്ചമുളക് പൂവിടാൻ തുടങ്ങി. പച്ചമുളക് കായ ആവാനായില്ലേ? പച്ചമുളക് കോട്ടിൽ മൊത്തം കൊടുത്തു കഴിഞ്ഞ് ഇല്ല. ഇനി കോട്ടിൽ കൊടുക്കാണ്ട് ഇതിന് കയർ കെട്ടും. ഇങ്ങനെ 3 കയർ കെട്ടും. എന്നിട്ട് ഇങ്ങനെ പടർന്നു വരുന്നതൊക്കെ ഈ കയറുമ്മിൽ കൊടുക്കും. മറ്റല്ലെങ്കിൽ ഇതുമ്മിൽ കൂടി വരും. അപ്പം അതിന് കുറയ്ക്കാൻ. ഇതാണ് വഴുതന. വഴുതന പൂവിട്ടു. വഴുതന. ഇനി അപ്പുറത്ത് തക്കാളി ഉണ്ട്. ഇത് തക്കാളി പൂവിട്ട. തക്കാളി ആ ലൈന് ഫുള്ളായിട്ട് ഉണ്ടാക്കിണ്ടോ? ഈ 2 ലൈന് തക്കാളിയാണ്. അത് കൊടുക്കലുണ്ട് അച്ഛൻ? കൊടുക്കോ അല്ലെങ്കിൽ വീട്ടിക്കോ? ഫസ്റ്റിൽ ഉണ്ടാക്കുക. ആദ്യമായിട്ട് ഉണ്ടാക്കുക അല്ലേ തക്കാളി? ഇത് എന്നിട്ട് 2 ദിവസത്തിൻ്റെ കേടാകുന്നുണ്ട്. വാട്ടം തുടങ്ങിയിട്ടുണ്ട് ചില ഭാഗത്ത്. അത് നിറയെ തക്കാളികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ ഇവിടെ വെള്ളമാണ്. ചെളിയൊന്നും നമുക്ക് പ്രശ്നമല്ല, എന്നാലും വെറുതെ ഞാൻ നടന്ന് കേടെടുത്തിട്ടുണ്ടല്ലോ വിചാരിച്ചിട്ടാണ്. തക്കാളി നല്ല കരുത്തിൽ വരുന്നുണ്ട്. ഇതൊക്കെ പൂവാ. നിരക്കെ പൂവുണ്ട്. ഇതിലൊക്കെ വെണ്ടയാണ്. ഇങ്ങനെ ഉണ്ട് വെണ്ട. ഇങ്ങനെ വിട്ട് കുഴിച്ചിടണം. അടുപ്പിച്ച് കുഴിച്ചിട്ടാൽ കൂടി വരും. ഇതിന്റെ കമ്പടം കുത്തി വരുമ്പോൾ ഇവിടെ ഉണ്ട്. ഈ സൈഡിലും വെണ്ടയാണ് കുഴിച്ചിട്ട്. പിന്നെ ആ സൈഡിൽ കുറച്ച് പൂളയാണ്. പിന്നെ അങ്ങോട്ടേക്ക് പൂള കുഴിച്ചിട്ട് വീട്ടിലെ ആവശ്യത്തിന് കുറച്ച് പൂള. അങ്ങനെ മൊത്തത്തിൽ കൃഷിമയമാണ് പാടത്ത്. അതുകൊണ്ട് തന്നെ ഫുൾ ബിസിയാണ് എൻ്റെ അച്ഛൻ. രാവിലെ പോയിട്ടുണ്ടെങ്കിൽ ഒരു ടൈം ഒഴിവില്ല. ഇല്ലാത്ത ബിസി മാൻ. ഞങ്ങൾ വന്നതുകൊണ്ടാണ് കുറച്ചൊക്കെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ കാണാനേ കിട്ടില്ല എന്ന് പറയലുണ്ട് അമ്മ. എന്താ അത് എല്ലായിടത്തും വീണ് നടന്നോളൂ. സലൂട്ടോ നടക്ക്. ഇതെന്താ ആമി ഇതെന്താ നെല്ല്.
നെല്ല് നമുക്ക് അരി കഴിക്കാനുള്ള അരിയാണ്. അപ്പൊ പറഞ്ഞോ, നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.